ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മറ്റൊന്നുമല്ല, എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അത്രമാത്രം ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം. നിങ്ങൾ ഞെട്ടും ഗായ്സ്, ഞെട്ടിക്കുന്ന ആ സത്യം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അത്രമാത്രമൊന്നുമില്ല കേട്ടോ. അപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഷെയ്ഡ്, എനിക്കൊരു പർട്ടിക്കുലർ ഷെയ്ഡ് മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. ആ ലിപ്സ്റ്റിക്കാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ ചുണ്ടിനകത്ത് എന്തോരം ലിപ്സ്റ്റിക്കുകൾ വേണം. പക്ഷേ ഡിപ്പെൻഡ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. കുറേ പേരുകൾ ആൾക്കാർ പല രീതിയിലുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ മാറി മാറി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ അങ്ങനെ മാറി കുറേ ഷെയ്ഡുകൾ ഉപയോഗിക്കുന്നതല്ല. അപ്പം എൻ്റെ ഒരു ഫെയ്ഡായിട്ടുള്ള ഒരു ഫേസ് ആവുകയുണ്ട്. എനിക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള 1-2 ടൈപ്പിലുള്ള ലിപ്സ്റ്റിക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഒരു ലിപ്സ്റ്റിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഞാൻ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ മെയിനായിട്ടുള്ള, ഞാൻ എപ്പോഴും എൻ്റെ ചുണ്ടിൽ എപ്പോഴും ഇടുന്ന, എൻ്റെ ലിപ്പിലിടുന്ന മെയിനായിട്ടുള്ള കളർ ഷെയ്ഡാണ് ഈ കാണുന്നതൊക്കെ. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോസിൽ കാണുമ്പോൾ വേറെ ടൈപ്പായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇത് നമ്മുടെ മാറ്റിൻ്റെ കേട്ടോ. ഇത് ഞാൻ മാക്സിൽ പോയപ്പോൾ വാങ്ങിയതാണേ. നല്ലൊരു ലോങ് ലാസ്റ്റിങ് നിൽക്കുന്ന, കണ്ടോ ഇപ്പോൾ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതാട്ടോ. ഇതിൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിങ് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം പണ്ടൊക്കെ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്ന കാര്യം ഓർക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്തൊക്കെ ആയിരുന്നല്ലേ. നമ്മൾ കുറച്ച് ഒരു ലിപ് ബാമൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരു കളർ കൂടിപ്പോയോ എന്നൊരു തോട്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടാതെ പുറത്ത് പോകാൻ വേണ്ടി പറ്റത്തില്ല. ഒരു കോൺഫിഡൻസ് കുറവ്, എന്തോ ഒരു കുറഞ്ഞ പോലെ. അപ്പോൾ ഇത് അടുത്ത ഷെയ്ഡ്. ഇത് ശരിക്കും ഇതിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇതിനകത്ത് സ്ക്രീനിൽ കാണുമ്പോൾ ഏകദേശം എല്ലാം ഒരേ ഷെയ്ഡിൽ പോലെ തോന്നും. ഈ 2 മെയിൻ ലിപ്സ്റ്റിക്ക് കേട്ടോ ഞാൻ മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഈവൻ ഞാൻ പറയാം, ഞാൻ എൻ്റെ ലിപ് കെയർ എന്ന് പറയുമ്പം കൂടുതലായിട്ടൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ മോയ്സ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, ലിപ്പിൻ്റെ കെയർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യം കൂടെ ആയിക്കോട്ടെ എന്ന് അർത്ഥമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ തൊലിയൊക്കെ പൊളിഞ്ഞു പോകാൻ വേണ്ടി വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ക്രബ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ പഞ്ചസാര ജസ്റ്റ് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ തേനും പഞ്ചസാരയും കൂടെ നല്ലൊരു മിശ്രിതം കേട്ടോ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചുണ്ടിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പയ്യെ ജെൻറ്റിലായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുണ്ടിന് കുറച്ചൊരു ഈ പൊളിഞ്ഞിരിക്കുന്ന സ്കിന്നൊക്കെ പുറത്തു പോവുകയും നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഒരു സ്കിന്ന് വരാൻ വേണ്ടി സഹായിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ചെയ്തോളൂ കേട്ടോ. നല്ല ഒരു മെത്തേഡാണ്. അപ്പം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതനുസരിച്ച് നമ്മുടെ ചുണ്ട് ശരിക്കും ഉള്ള നാച്ചുറൽ കളറ് അത് ഫെയ്ഡായി പോകും. അത് വളരെ വാസ്തവമായിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പം ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചുണ്ടിന് നല്ലൊരു കളറ് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ എൻ്റെ മമ്മിയൊക്കെ ചോദിക്കും, നീ എന്നാ വീടി വലിച്ചിട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അത്രമാത്രം ഷെയ്ഡ് കുറഞ്ഞു പോയി. നാച്ചുറൽ കളർ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പോകും. അപ്പം ഞാൻ ഇടാൻ താല്പര്യപ്പെടുന്നില്ലാത്തവർക്ക് ഞാൻ വലിയ പ്രൊമോട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഈ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ലിപ് ഗ്ലോ, ഇത് നല്ലൊരു ഗ്ലോ വരുന്ന ഇതാട്ടോ. ഇത് ഞങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ഇതെൻ്റെ ശരിക്കും എൻ്റെ സിസ്റ്റർ ലോ എനിക്ക് തന്ന ഗൈസ്. കണ്ടോ ചേച്ചി വീഡിയോ ഒക്കെ ഇടുമ്പം ഉപയോഗിച്ചോളാൻ വേണ്ടി പറഞ്ഞ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പം ഗിഫ്റ്റായിട്ട് തന്ന, കണ്ടോ നല്ലൊരു ഗ്ലോയിങ് അല്ലേ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴൊന്നും ഇടാറില്ല, വല്ലപ്പോഴൊക്കെ ഇടാറുണ്ട്. അത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാട്ടോ. റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, അത് കാരണം ഞാൻ പറഞ്ഞു തരാത്ത കേട്ടോ. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്.
ഇത് എൻ്റെ അഞ്ചു നാത്തൂനെ ഓർക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്ന ഗൈസ്. അപ്പം പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വളരെ എനിക്ക് ഹാപ്പി ആയിട്ടുള്ള എനിക്ക് എൻ്റെ ഡോക്ടർ സമീറ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിനകത്ത് പല ടൈപ്പുള്ള ഷെയ്ഡുകളുള്ള ലിപ്സ്റ്റിക് ആട്ടോ ഉള്ളത്. ഇത് ഞാൻ ശരിക്കും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. അപ്പം എത്ര ഷെയ്ഡുകളാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഡോക്ടർ എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു രഞ്ജു എന്തായാലും ലിപ്സ്റ്റിക് ഇടുന്നതുകൊണ്ട് ഇത് രഞ്ജിന് യൂസ്ഫുൾ ആകുമെന്ന് പറഞ്ഞിട്ട് തന്നതാട്ടോ. ഇതുണ്ടോ, ഇതൊരു ഷെയ്ഡ്. ഏകദേശം എല്ലാം ഇത് ഞാൻ ഉപയോഗിക്കുന്നതിന് സമമായിട്ട് വരുന്ന ഒരു ഷെയ്ഡാട്ടോ. ഇത് നല്ല അടിപൊളി, നല്ല ബ്രാൻഡഡ് ആണ്, നല്ല ലോങ് ലാസ്റ്റിങ് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണേ. ഇതുണ്ടോ, ഇത് വളരെ ലൈറ്റായിട്ടുള്ള, നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടോയെന്ന് ചോദിച്ചാൽ ഇട്ടോയെന്ന് തിരിയത്തില്ല. ഇതുണ്ടോ, ഞാൻ കുറച്ച് ഡാർക്കഡ് ആയിട്ടുള്ള കളർ ഉപയോഗിക്കാൻ കാരണം എൻ്റെ ചുണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് തന്നെ നല്ല ഒരു ബ്ലാക്കിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ലെന്നേ. ഇത് വളരെ അടുത്ത സൂപ്പറാട്ടോ. ഇത് ഇട്ട് കുറച്ചും കൂടെ നല്ല വൈറ്റ്, നല്ല കുറച്ചും കൂടെ വെളുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഞാനൊരു ഇരുനിറക്കാരി ആട്ടോ, ഞങ്ങൾ വീഡിയോ കാണുന്ന പോലെ അത്രമാത്രം വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള വെളുപ്പൊന്നും കാര്യങ്ങളൊന്നും അല്ല. ഞാനൊരു ഇരുനിറക്കാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് ലൈറ്റ് ഷെയ്ഡിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നത് ഡാർക്ക് ഷെയ്ഡാണിത് കേട്ടോ. ഇതും നല്ലൊരു ഷെയ്ഡ് വരുന്നില്ലേ. അപ്പം ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പം ഇതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ 2 കൂടി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും എനിക്ക് എൻ്റെ ഡോക്ടർ സമീര സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് തന്ന കേട്ടോ. അപ്പം ഡോക്ടറിനോട് പറഞ്ഞു കേട്ടോ, രഞ്ജുവിന് ഇഷ്ടപ്പെടുന്ന ലിപ്സ്റ്റിക്കാണ്. കാരണം ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോയാലും എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പണ്ടങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, എൻ്റെ ചെറുപ്പകാലം അല്ലെങ്കിൽ ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന വരെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയല്ല. നഴ്സിംഗൊക്കെ കഴിഞ്ഞ് ഗൾഫിലേക്കല്ല, ബോംബെ പോയി കഴിഞ്ഞപ്പോൾ കേട്ടോ ഞാൻ കുറച്ചും കൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആകുകയും, അങ്ങനെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് വന്നതെന്ന് പറയുമ്പം ബോംബെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ. മറ്റൊന്നുമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ഒരുങ്ങി നടക്കണം, നല്ലൊരു ഗുഡ് അപ്പിയറൻസിൽ നടക്കണം എന്നൊക്കെ ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു റീസണിലൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ പ്രായം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് വരുമല്ലോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗൈസ്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ വളരെ വളരെ കുറേ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉള്ള ഒന്നും വ്യക്തിയല്ല ഗൈസ്. കാരണം ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചാൽ, അല്ല 2 ലിപ്സ്റ്റിക്ക് മേടിച്ചാൽ അത് കംപ്ലീറ്റ് ആകുന്നതാണ് എൻ്റെ കണക്ക്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ തരുന്ന, അല്ലെങ്കിൽ ഇപ്പം ഈ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നല്ല, ഇതിന് ഞാൻ മെമ്മറബിളായിട്ട് വെച്ചേക്കുന്നതാണ്. അല്ലാതെ വേറെ എവിടെന്നെങ്കിലും എനിക്ക് ഗിഫ്റ്റ് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് വേറെ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനതങ്ങനെ എക്സ്പയറി കളയാൻ വേണ്ടി വെക്കത്തില്ല. കാരണം ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ സ്വഭാവം എന്ന് പറയുമ്പം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. അപ്പം ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ദുമ്മിൽ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണുമായിരിക്കുമല്ലേ എനിക്ക് കുറേ ലിപ്സ്റ്റിക് ഉണ്ടെന്ന്. ഇല്ല ഗൈസ്, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു. മറക്കരുത് കേട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും. സീ യു.